അതുകൊണ്ട് ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്. ചക്ക വേവിച്ചത് കഴിച്ചാൽ ബ്രൂ എടുക്കാം. താഴെ സമയമായി. ഓക്കേ, മണി 9 വന്നിട്ട് കുറച്ച് നേരമായി. എന്നാലും നേരെ ഒരുപാട് വൈകിട്ട് ഇപ്പൊ എന്നാ ചെയ്യണത്? മധുരം കുറച്ച് വരെ. ഒരു പൊടിക്ക് മധുരം ഇട്ടാ മതി കേട്ടോ. കഞ്ഞി വെച്ചല്ലോ അമ്മ. കഞ്ഞി വെച്ച് കഴിക്കേണ്ട സമയമായില്ലേ? ഇന്ന് അമ്മ കഞ്ഞി വെച്ച് കഴിക്കണ സമയത്താണ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വരണത്. കാരണം ഇന്ന് വരേണ്ട വാഹനം വളരെയധികം ലേറ്റ് ആയിട്ടാണ് വന്നത്. സാധാരണ വരേണ്ട വാഹനം സർവീസ് സ്റ്റേഷനിലാണ്. നാളെ വാഹനം കിട്ടും. അത് നമ്മുടെ വണ്ടി. പിന്നെ അല്ല, നീ നമ്മുടെ വണ്ടി ഇല്ലാത്തപ്പോ വന്ന വാഹനം ലേറ്റ് ആയി. അതുകൊണ്ടാണ് 1.5 മണിക്കൂറോളം ലേറ്റ് ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനല്ലേ? അതുകൊണ്ടാണ് ജോലി കഴിഞ്ഞ് വരാൻ ലേറ്റ് ആയത്. കുടിച്ചോ, കഴിച്ചോ. അമ്മ അന്നേരം ഇവിടെ കഞ്ഞി വെക്കണ സമയായി. ഞാനിവിടെ ഇതൊന്ന് പൊക്കിക്ക് വല. ഞാനിവിടെ ചായ കഴിക്കണേ ഉള്ളൂ. പതിവില്ലാത്ത ഫ്രീസറിലിരുന്ന ചക്ക വേവിച്ചതും മീൻകറി. അമ്മ കഴിച്ചോ? ഞങ്ങളൊക്കെ 4 മണിക്കേ കഴിച്ചു. അപ്പയൊക്കെ ഉറങ്ങാറായി തോന്നുന്നു. സമയമായി. പിന്നെ വിളിച്ചോണ്ട് എത്തിയത് കൊണ്ട് സ്റ്റോപ്പിലേ അതുകൊണ്ട് കുളിക്കാൻ കയറിയോ. കുളി കഴിഞ്ഞാ പ്രയർ. അതിനു മുമ്പ് കഴിച്ചോ. കുളി കഴിഞ്ഞാ പ്രയറ്. ശരി, ഓക്കെ. ഇന്ന് എന്നാക്കിയ കറികള്? ഇത് നമ്മുടെ ചീര. പതിവ് ചീരയല്ല, കൊറേ ദിവസമായി ചീര. ഇത് മോദയാണോ? അതെ. സ്ഥിരം മോദ. പിന്നെ കുമ്പളങ്ങ മോരുകറി ഉണ്ട് ഫ്രിഡ്ജിലാ. തോരനല്ല അല്ലേ? മോരുകറി. അത്രേ ഉള്ളൂ. ചൂടാറാതെ കാപ്പി കുടിച്ചേ. കാപ്പി കുടിക്കാം. അത് ഞാൻ ഇന്ത്യൻ നോക്കിട്ട് കാണുന്നില്ല. ചെറുതാ ഇവിടെ ഇരിക്കണത്. എന്തോരും പച്ചക്കറി അമ്മ മേടിച്ചു വെച്ചേക്കണേ. ഇതിന് പ്രത്യേകതകളൊന്നും കണ്ടില്ലല്ലോ. പിന്നെ എന്നാ പോലും ഈ പച്ചക്കറി മേടിച്ച് നിലത്ത് തന്നെ വെച്ചേക്കണേ. ഇതും നിലത്ത് വെച്ചോ? അമ്മ ഇപ്പൊ വരും കേട്ടോ. വന്നു കഴിയുമ്പോ നമുക്ക് ചോദിക്കാം. നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം കേട്ടോ പച്ചക്കറി. വെണ്ടയ്ക്ക ഇത്രയും ഫ്രഷ് ആയിട്ട് സാധാരണ കടകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് കാര്യം എന്നുള്ളതാണ് പിടി കിട്ടാത്തത്. അവിടെ ഇരുന്ന് അമ്മ വേറെ എന്തൊക്കെയോ തപ്പണുണ്ട്. നല്ല ഡാർക്ക് ഗ്രീനിലുള്ള വെണ്ടയ്ക്ക. ഇതാ ഇവിടെ ഇല്ലെന്ന് ഓർക്കാം. ഇവിടെ വന്ന സാധന. വന്ന സാധന അല്ലേ? ഇത്രയും സാധനങ്ങളോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇത് ഞാനില്ലാതിരുന്നപ്പോഴാ. അത് കഴിഞ്ഞിട്ട് ഒടിച്ചു പൊളിച്ച, അല്ലെങ്കിൽ ഇത് ഒലത്തി അടുപ്പത്ത് ഫ്രിഡ്ജിലാക്കിയാണ് ഞാൻ. ഇന്ന് രാവിലെ 9 മണി കഴിഞ്ഞപ്പോ നോബി കൊണ്ടുവന്നതാ. അതായത് എന്റെ കൊച്ചപ്പന്റെ വീട്ടിൽ നിന്ന് കൊച്ചപ്പന്റെ മോൻ ജോലിക്ക് പോയപ്പോ ഇവിടെ തന്നേച്ച് പോയത് അവരുടെ ചാച്ചന്റെ അവന്റെ കൂടെ കൃഷിന്ന് കൊണ്ടുവന്നതാണ്. അച്ചിങ്ങ, അടിപൊളി വെണ്ടയ്ക്ക, കാന്താരിമുളക് ഇവിടെ കുറച്ച് ഉളഞ്ഞ നാള് വീഡിയോയില് പറയണ കേട്ടു. മൊത്തം കാന്താരിമുളക് ചാച്ചൻ പറിച്ചു കൊടുത്തു വിട്ടതാ. അപ്പൊ ഇന്നാള് പറിച്ചപ്പോ പറയണ്ട് വെള്ളം കയറി കാന്താരി ചെടി പോയി എന്നൊക്കെ. കാരണം അവിടെ നിന്ന് തന്നുവിട്ട ഐറ്റാണ് ഇത്രയും. കൂടാതെ ഒരു പപ്പായ ഉണ്ടായിരുന്നു. നോക്കട്ടെ, അതെടുക്കാൻ മറന്നുപോയില്ലേ? യമണ്ടനാണല്ലോ. നോബിയുടെ പപ്പായ അല്ല, യമണ്ടന പപ്പായ. ഇത്രയും സാധനമായിട്ട് ഇവിടെ കേറാതെ തന്നേച്ച് പുള്ളി പോയി. ജോലിക്ക് പോണ വഴി കേറിയതാ. അപ്പൊ അതിന് 3-4 ദിവസം മുമ്പ് എന്റെ ആങ്ങള, അതായത് നിന്റെ അമ്മാച്ചൻ ഇതിലെ വന്നു. പറഞ്ഞാ തന്നത് വണ്ണം കുറവാണ്, പക്ഷെ നമുക്കിവിടെ ഇല്ലാത്ത ഒരു കായാണ് ചുണ്ടില്ലാ കണ്ണൻ. വേനലായതുകൊണ്ട് ചില വണ്ണം കുറവായതുകൊണ്ട് അമ്മയുടെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം വണ്ണം കുറവായതുകൊണ്ട്. കപ്പയൊക്കെ അമ്മയ്ക്ക് വണ്ണം കുറവല്ലേ ഇഷ്ടം. അത് ഞാൻ വറക്കാൻ
ഇതിൽ നിന്ന് ഉരിഞ്ഞെടുത്തത് കൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കണത്. കുറെ കായ് ഉരിഞ്ഞെടുത്തായിരുന്നു. ഈ പെടലേന്നും ഉരിഞ്ഞെടുത്തതാണ്. ഇതും ഉണ്ടായിരുന്നു, വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു. വാഴക്കൂമ്പ് കറി വെച്ചു. വാഴക്കൂമ്പ് നമുക്ക് ഇവിടെ ഉള്ളതാ, പക്ഷെ അവിടെ ഉള്ളത് ഇതിലെ പോയപ്പോ ഇവിടെ കയറി തന്നേച്ച് പോയതാ. അവിടെ അധികം അങ്ങനെ ഉപയോഗം വാഴക്കൂമ്പിനില്ല. ഇവിടെ അപ്പയ്ക്ക് എന്തോരം വാഴക്കൂമ്പ് ഉണ്ടെങ്കിലും താല്പര്യമല്ലേ. അത് കാരണം ഇത് എന്റെ വീട്ടിൽ നിന്നും ഇത് കൊച്ചപ്പന്റെ അടുത്തുനിന്നും ഇവിടെ കിട്ടിയ സാധനങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഈ ചുണ്ടില്ലാ കണ്ണൻ വാഴ എന്തുകൊണ്ടാ അമ്മയ്ക്ക് ഇത്ര ഇഷ്ടാന്ന് പറയാൻ കാര്യം? സോ സോഫ്റ്റ് പഴം. ആഹാ, വളരെ സോഫ്റ്റും വളരെ രുചികരവുമായിരിക്കും അല്ലേ? എന്തിന്റെ ടേസ്റ്റിനോടോ സാമ്യം അതിന്? പൂവമ്പഴത്തിന്റെ. ആഹാ, അത് ശരി. ഞാൻ അങ്ങനെ കഴിച്ചതായിട്ട് ഓർക്കണില്ല. നമ്മുടെ ഇവിടെ പാളയംകോടൻ, ഞാലിപ്പൂവനൊക്കെ അല്ലേ? അവിടെ ചെന്നപ്പോ എന്റെ അമ്മയുടെ കുർബാന ഇരിക്കാൻ ചെന്നപ്പോ നിങ്ങൾ അത് കഴിഞ്ഞപ്പോ ശർക്കരപ്പാനിയിൽ കുഴച്ചത് ഈ പഴം. ഓ ശരി ശരി ശരി, അത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കണ്. നല്ല സോഫ്റ്റാ. അപ്പൊ ഈ വെണ്ടക്ക വെച്ച് അമ്മ എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കണേ? എന്തെങ്കിലും പ്ലാൻ ഇട്ടോ? ഇല്ല, മപ്പാസ് വെക്കണം, തോരൻ ഉണ്ടാക്കണം. നമുക്ക് ആ തോരന് പോയരേ നമുക്ക് ആ തൈരിലിടണ ആ സാധനം അത് ചെയ്താലോ? അത് നല്ല രസാണ്. ഭയങ്കര രുചിയായിരുന്നു അത്. ആ, അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. തോരൻ എനിക്ക് അധികം ആകർഷണം ഇല്ല തോരനോട്. ആ കാന്താരി ഫോട്ടോ എടുക്കണായിരുന്നു. ഞാൻ എടുത്തോളാന്നാ. അമ്മയുടെ ചെറുപ്പകാലത്ത് ഈ പഴം കൃഷി ചെയ്യുമായിരുന്നോ വീട്ടില്? പഴം കൃഷി ചെയ്യുമെന്നല്ല, വാഴ. ഈ വാഴ ചുണ്ടില്ലാക്കണ്ണൻ അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അമ്മാച്ചൻ പറഞ്ഞത് നമ്മുടെ ജോയി ചാച്ചന്റെ ഫില്യാൻറ്റിയുടെ വീട്ടിൽ നിന്ന് 2 വാഴക്കണ്ണ് കൊണ്ടുവന്നതാണ് അവിടെ ചുണ്ടില്ലാക്കണ്ണന്റെ. എന്നിട്ട് അത് പിടിപ്പിച്ചതാന്നാ പറഞ്ഞത്. അവിടെ ചുണ്ടില്ലാക്കണ്ണൻ ഇല്ലായിരുന്നു, പക്ഷെ നല്ല പഴമായിരുന്നു. പറയായിരിക്കും മറ്റേ തിന്നു നോക്കിയ കണ്ടമാനം പഴുത്തത്. ഈ പെടലെ ശരിക്ക് പഴുത്തു. ഞാൻ തിന്നോളാം. രാത്രി ഫ്രൂട്ട്സ് തിന്നുന്നതാണ് എപ്പോഴും അഭികാമ്യം. ഇന്നാള് കുഞ്ചാച്ച നമ്മൾ ചെന്നപ്പോ പറഞ്ഞില്ലേ അച്ചിങ്ങാപ്പയർ നോവി ഉണ്ടായിരുന്നെങ്കിൽ പറിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാരമില്ല പിന്നെ മതിന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ കുഞ്ചാച്ചൻ അത് സീരിയസ് ആയിട്ട് എടുത്തു തോന്നുന്നില്ലേ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര വേഗം തന്നു വിടുന്നു കേട്ടോ. രാത്രി 10 മണിക്ക് ഞങ്ങളുടെ ഒരു വിനോദാണിത്. വിനോദമല്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട്. അപ്പയുടെ ഒരു വിനോദം കൂടി ഉണ്ട്. അതല്ല, അപ്പ ഒരുപാട് ഇന്നാളെ ഏഞ്ചലേച്ചി കൊടുത്തുവിട്ട ആ കൊലയില്ലേ, അത് ഫുൾ ഒരേ മെഷർമെന്റിൽ അരിഞ്ഞ് എനിക്ക് പടമൊക്കെ അയച്ചു തന്നിട്ട്. ആ പടം ഇവിടെ ഞാൻ ഇടാട്ടോ. എല്ലാ പഴവും ഒരേ മെഷർമെന്റിൽ അരിഞ്ഞു വെച്ചേക്കണേ. അമ്മയ്ക്ക് സാധിക്കുമോ അങ്ങനെ? ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തതിനെ പറ്റി പറയണില്ല. നീ അതിന് മറുപടി പഴം ഇങ്ങനെ അരിഞ്ഞു വെക്കുമ്പോ ആകെയുള്ളൊരു ത്രെറ്റ് ഉറുമ്പ് കയറും എന്നുള്ളതാണ്. പക്ഷെ ഇത്തവണ നമ്മള് നല്ല വലയൊക്കെ മേടിച്ചു കേട്ടോ ഇടാനായിട്ട്. കഴിഞ്ഞ തവണ നമ്മള് മറ്റേ ഫുഡ് കവർ വെച്ചിട്ടായിരുന്നു ഉണക്കാൻ വെച്ചിരുന്നത്. താമസായിരുന്നു. വന്നിട്ടല്ലേ? അമ്മ അത് ശ്രദ്ധിച്ചു. ദേ ഞാൻ വല കാണിച്ചു തരാം കേട്ടോ. ദേ ഇതാണ് അപ്പ മേടിച്ചിരിക്കുന്ന വല. അപ്പൊ ഇതാവുമ്പോ ഉണ്ടല്ലോ, ഈ വലയിലാവുമ്പോ ഞായറാഴ്ച വെക്കണ കാണിക്കാന്ന് അമ്മ പറഞ്ഞു. അപ്പൊ ഈ വലയിലാവുമ്പോ നമുക്ക് വെയിൽ നന്നായിട്ട് അടിക്കും. അതെ, പക്ഷി മൃഗാദികളൊന്നും അങ്ങനെ തിന്നില്ല. അണ്ണാന് പക്ഷെ കിട്ടിയിട്ടില്ല അല്ലെ? സാരില്ല, നമുക്ക് ഇടയ്ക്ക് 1-2 കൊടുക്കാം. അണ്ണാന്റെ അവകാശമാണത്. അണ്ണാന്റെ അവകാശം അണ്ണാൻ എടുക്കുന്നുണ്ട്. കണ്ടോ, ആ മെഷർമെന്റ് കൃത്യമാണ് കേട്ടോ. ഞാനിത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ എങ്ങനെ ഇത് ഇങ്ങനെ മുറിച്ചു നോക്കട്ടെ. ആ മറ്റേ പച്ചപ്പഴം മുറിച്ചു വെച്ചിരിക്കുന്നത് നല്ല രസമായിരുന്നു ഇതിന്റെ പടം കാണാൻ. എന്തായാലും ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഇതിന് നല്ല മധുരമായിരുന്നു കേട്ടോ. ഞാൻ പുട്ടിന്റെ കൂടെ ഒക്കെ കഴിച്ചു. നല്ല മധുരമായിരുന്നു. അപ്പോൾ ഏഞ്ചലേച്ചിക്ക് ബിഗ് താങ്ക്സ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. സമയം കാണിച്ചു തരാം കേട്ടോ. സമയം രാത്രി 10:30.
ഈ സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇനി മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ശുഭരാത്രി. ഗുഡ് നൈറ്റ്. അതെ അതെ അതെ, എല്ലാവർക്കും ശുഭരാത്രി. അപ്പൊ എല്ലാവരെയും കൊതിപ്പിക്കാനായിട്ട് ദേ ഞാൻ പഴം ഉണങ്ങിയത് മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഓരോന്ന് കഴിക്കാൻ പോവാണ്. അപ്പൊ പറഞ്ഞിരുന്നു പാളയംകോടൻ പഴം ആയതുകൊണ്ട് അതിന് കുറച്ച് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇത് ഉണങ്ങാൻ എടുക്കുന്ന ഡ്യൂറേഷൻ ഇത്തിരി കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വെള്ളമുള്ള പഴം ആയത് കാരണം നല്ല രുചിയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ, മറ്റു ഞാലിപ്പൂവൻ പഴത്തിനേക്കാളും ഒക്കെ. അപ്പോൾ അത് ശരിയാണോ എന്നറിയാൻ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഈ പഴം ഉണങ്ങിയത് കഴിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. എന്നാ മധുരം, നമ്മൾ ഒറ്റയിരിപ്പിനത് ഫുള്ള് കഴിച്ച് തീർന്നു കേട്ടോ. അത്രയ്ക്ക് മധുരം ഞാൻ എടുക്കണ്ട, ഞാനിപ്പോൾ തന്നെ കുറേ കഴിച്ചു. നല്ല മധുരം. അപ്പോൾ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കുന്ന പതിവുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വരാൻ ലേറ്റ് ആയത് കാരണം ഇന്നിപ്പോൾ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ആ സമയത്താണ് അമ്മ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം എന്നോട് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സംശയം ശരിക്കും എന്തിലാണ് അമ്മയുടെ കോൺസെൻട്രേഷൻ എന്നുള്ളതാണ്. ഫോണിലാണോ അത് എന്നോട് വർത്താനം പറയുന്നതിലാണോ, രണ്ടിലും കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അമ്മ കേൾക്കണ്ട. അപ്പോൾ നാളെ നാളെ ഒരു ട്രിപ്പുണ്ട് കേട്ടോ, എവിടെയോ അല്ല, നാളെ ഒരു ട്രിപ്പുണ്ട്. അപ്പം അങ്കമാലി വരെ ഒന്ന് പോകണം. അത് കാരണം രാവിലെ തന്നെ പോകണം. അപ്പോൾ അത് കാരണം വേഗം പോയി കിടന്നോ, ക്ഷീണമാവും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി വേഗം പോയി കിടക്കാൻ നോക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. ബായ്, നാളെ കാണാം.